വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ലോളിക്കുട്ടിക്ക് ഒരു കഫ്താൻ എങ്ങനെയാണ് തയ്ക്കാൻ നോക്കാം. തയ്ക്കാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾക്കൊക്കെ എങ്ങനെയാണോ ഡ്രസ്സ് തയ്ക്കുക അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് ഡോളിനെ വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് ഇതുപോലെ അടയാളപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കണം പേപ്പറിൽ. നമുക്ക് കഷത്തിൻ്റെ താഴോട്ടുള്ള ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് കഴുത്തിങ്ങനെ ഇത് മടക്കി വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ അവിടെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ പഴയ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ നേരിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് താഴോട്ട് വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 പീസ് ഓഫ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്, താഴെ മുകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒന്ന് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തത്. അതിനുശേഷം ഞാൻ ഈ വരച്ച ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ഭാഗത്ത് നമുക്കിങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കഴുത്ത് നമ്മൾ വരച്ചിരുന്നില്ലേ, ആ ഒരു ആകൃതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ സാധാരണ കഫ്താൻ ഡ്രസ്സസ് നമുക്ക് തയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡോള് വെച്ച് അളവെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഡോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് കക്ഷം തൊട്ട് താഴോട്ടുള്ള ഭാഗം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ ക്ലോത്തിലേക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് 2 സൈഡിലും, ഞാനിപ്പം എടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒരു റിബൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ലേസസോ റിബണോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ. ആൻഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഭംഗി കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കുട്ടി കസിൻ്റെ ഒരു കുഞ്ഞ് പാവാടയുടെ ലൈനിങ് വന്ന ക്ലോത്താണ് കേട്ടോ. എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഇതിന് പറ്റിയ ഒരു കൈ കിട്ടിയ ക്ലോത്ത് അതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ വരച്ചു കൊടുത്ത ആ ഒരു 2 ലൈൻ ഉണ്ടല്ലോ, അതുവഴി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാധാരണ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭംഗിയൊന്നും നോക്കരുത് കേട്ടോ, അത്രയ്ക്കും കൂടെ നന്നായിട്ടൊന്നുമില്ല. കാരണം ഈ ക്ലോത്ത് ഇങ്ങനെ ചുളുങ്ങി പോവുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡ് വരുന്ന ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുക്കാം. കാരണം നമുക്കാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് തലയിൽ കൂടെയൊക്കെ കയറ്റിയിടാൻ പറ്റും, പക്ഷേ ഡോളിന് അത് പറ്റില്ല. അതുകൊണ്ട് ബാക്ക് സൈഡിൽ ഒരു ഓപ്പണിങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലേസ് ബാക്കി വന്നത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരൊരു കൊളുത്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും പിന്നീട്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ ഇരുന്നോളും. ഇനി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൾ ചെയിനും കുറച്ച് സ്റ്റോൺസും ഒരു മിററും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബോൾ ചെയിൻ വെച്ചിട്ട് ഒരു നെക്കിലൊരു ഡിസൈൻ കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രീൻ കളർ സ്റ്റോൺസ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ബോൾ ചെയിൻ ഒട്ടിച്ചതിൻ്റെ താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഗ്രീൻ കളർ സ്റ്റോൺസിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിറർ അതിൻ്റെ നടുക്കായിട്ട് താഴെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ മിററിനെ ചുറ്റിയിട്ട് വീണ്ടും ബോൾ ചെയിൻ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ മിറർ ഒട്ടിച്ചു, അതിനുശേഷം ബോൾ ചെയിൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഗ്രീൻ കളർ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ബാക്കി ഡോൾസും കാര്യങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് ഡോൾസ് ഒന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഉടനെ തന്നെ വലിയ പ്രൊജക്ട്സ് ഡോൾസ് എല്ലാം വരുന്നുണ്ട്. എല്ലാം പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡോളിൻ്റെ കഫ്താൻ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!